ഓക്കെ, വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. അതായത് നേച്ചർ ഓഫ് റൂട്ട്സ്, റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുമോ, റിയൽ റൂട്ട്സ് ആയിരിക്കുമോ, ഇമാജിനറി റൂട്ട്സ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. സോൾവിങ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഫാക്ടറൈസേഷൻ വെച്ച് എങ്ങനെ അത് സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മെയിൻലി 3 രീതിക്ക് നമുക്ക് സോൾവ് ചെയ്യാം. ഫാക്ടറൈസേഷൻ വെച്ചിട്ട്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടും, പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫാക്ടറൈസേഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ അതിലെ ഫ്രാക്ഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് എക്സാക്ട് ax² + bx + c എന്നുള്ള ഫോമിൽ ആയിരിക്കില്ല. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c ആണ്. ആ ഫോമിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്ത് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാനുള്ളത് ഡിവൈഡ് ചെയ്ത് എല്ലാ ടേംസിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ax² + bx + c = 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് നമ്മുടെ ഇക്വേഷനെ മാറ്റണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ലെഫ്റ്റ് സൈഡിലുള്ള LHSലുള്ള ax² + bx + c എന്നുള്ളതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് സീറോ പ്രൊഡക്റ്റ് റൂൾ അറിയാം. 2 ഫാക്ടേഴ്സ് = 0 എന്ന് വന്നാൽ either of them will be equal to 0. അത് അപ്ലൈ ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സോൾവ് 2x² - 7x = 39. ഫസ്റ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് ഇതാണ്. 2x² - 7x = 39. സ്റ്റാൻഡേർഡ് ഫോമിലല്ല, നമ്മളപ്പോൾ അതിനെ എന്തിലോട്ട് മാറ്റുന്നു? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുന്നു. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നത്? 2x² - 7x - 39 = 0 + 39 = ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് -39 = 0 എന്നാവുന്നു. ഇപ്പോൾ ഇത് ax² + bx + c = 0 എന്നുള്ള ഫോമിലായിട്ടുണ്ട്. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യലാണ്. ഫാക്ടറൈസേഷൻ ക്യാൻ ബി ഡൺ ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. 2x² - 7x - 39 = 0. ഇവിടെ സം ആൻഡ് പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. സം എന്ന് പറയുന്നത് -7 കിട്ടണം. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a × c ആയിരിക്കണം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. a ഏതാണ് ഇവിടെ? 2. c ഏതാണ് ഇവിടെ? -39. സോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 × 39 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് 2 × 39 വാല്യൂ എത്രയാണ് വരുന്നത്? 78 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ സം = -7, പ്രോഡക്റ്റ് = 2 × -39 = -78 കിട്ടണം. ഓക്കെ, എങ്ങനെ നോക്കാം? അതിന് നമുക്ക് 78ൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതി നോക്കാം. 78ൻ്റെ ഫാക്ടേഴ്സ് 1 × 78, 2 × 39, 3 × 26, 4, 5 ഫാക്ടേഴ്സ് അല്ല, 6 × 13 and so on.
ഇതിലെങ്കിലും നമുക്ക് ഇതിൽ -78 ആണ് വേണ്ടത്. സോ 1 ഇൻറ്റു -78, 2 ഇൻറ്റു -39, 3 ഇൻറ്റു -26, 6 ഇൻറ്റു -13. സെയിം സൈൻ മാറ്റിയിട്ട് കൂടെ നമ്മളിവിടെ എഴുതി നോക്കുകയാണ്. -1 ഇൻറ്റു 78ഉം -78 ആണ്. -2 ഇൻറ്റു 39ഉം -78 ആണ്. -3 ഇൻറ്റു 26ഉം -78 ആണ്. -6 ഇൻറ്റു 13ഉം -78 ആണ്. ഇതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 78 ആഡ് ചെയ്ത് നോക്കുമ്പോൾ 79, -39 + 2 -30, -1 + -78 -77, -37, -23, -13 + 6 -7. So we got the factors. So 6 into -13 is -39, -78, and sum is -7. So the factors are, we can split it as 2x square -13x plus 6x minus 39 equal to 0. Taking common factor. How to take the common factor? 2x square factors 2x into x. Here 13 into x. We can take x as common factor from these two terms. So we can write as x into 2x minus 13 plus, here we can take 3 as common. 3 into 2x minus 13 equal to 0. Again, taking common factors, we can write as 2x minus 13 into x plus 3 equal to 0, which means either 2x minus 13 equal to 0, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഒന്നുമില്ല ഈ നമ്പർ is equal to 0, so or this factor equal to 0. So 2x minus 13 equal to 0 or x plus 3 equal to 0. 2x minus 13 equal to 0 implies 2x equal to 13. Here x plus 3 equal to 0 implies x equal to minus 3. Here x equal to 13/2. So the values of x are x equal to 13/2 or x equal to minus 3. So we got the solution by factorization. X equal to 13/2 or x equal to minus 3. നെക്സ്റ്റ് സോൾഡ് എക്സാമ്പിളിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5x. ഹിയർ ഓൾസോ നമ്മൾ ഫാക്ടറൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5x ഇസ് ദ ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാനായിട്ട് എക്സ് സ്ക്വയർ മൈനസ് 5x ഈക്വൽ ടു 0. We can write it as x square minus 5x equal to 0. x common factor ആയിട്ട് എടുക്കാം. ഫാക്ടറൈസ് ചെയ്തെടുക്കുമ്പോൾ x into x minus 5 equal to 0, which implies x equal to 0 or x minus 5 equal to 0, which means x equal to, two solutions are x equal to 0 or x equal to 5. These are the two values of x.
x equal to 0 or x equal to 5. Okay. Next question is x square equal to 16. This can be done in two ways. നമുക്കിത് രണ്ട് രീതിക്ക് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് x square equal to 16. We can rewrite it as x square minus 16 equal to 0. 16 is 4 square, which means x square minus 4 square equal to 0. We know that a plus b into a minus b is equal to a square minus b square. So this equation, നമുക്ക് ഈ equation അപ്പോൾ എങ്ങനെ എഴുതാം? x plus 4 into x minus 4 equal to 0 എന്ന് എഴുതാം. Which implies either x plus 4 equal to 0 or x minus 4 equal to 0. That means x equal to minus 4 or x equal to positive 4. X equal to minus 4 or x equal to 4. Next method, alternative method is x square equal to 16. Taking square roots on both sides, we get x equal to root 16, which means plus or minus 4. That is x equal to 4 or x equal to minus 4. In both cases, we get the same answer. അതങ്ങനെയാണല്ലോ നമുക്ക് ഒരേ ഉത്തരം കിട്ടണ്ടേ. So x equal to 4 or x equal to. So third question complete ആയി. തേർഡ് ക്വസ്റ്റ്യനിൽ വീണ്ടും 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. സോൾവ് x by x minus 1 plus x minus 1 by x equal to 2 and 1 by 2. I am rewriting the question. X by x minus 1 plus x minus 1 by x equal to 2 and 1 by 2. So we have to clear the clear the fractions. Fractions clear ചെയ്യണം. ഇതിനെ ax square plus bx plus c equal to 0 എന്നുള്ള ഫോമാറ്റിലോട്ട് മാറ്റണം. ആദ്യം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. x into x, x square plus x minus 1 into x minus 1, x minus 1 the whole square, whole divided by x minus 1 into x is equal to 2 and 1 by 2 is equal to 5 by 2. Again we have to multiply this. Before that we can expand it. X square plus x plus 1 whole square is x square minus 2x plus 1 divided by x into x minus 1. X into x minus 1 equal to 5 divided by 2. Cross multiplying we can write 2 into x square plus x square minus 2x plus 1 equal to 5 into x into x minus 1. So again x square plus x square 2x square. So we 2 into 2 4x square. So we get 4x square minus 4x plus 2 equal to 5x square minus 5x. On rearranging this 5x square, taking this 5x square to LHS. 4x square minus 5x square we get minus x square plus minus 4x plus 5x. 5x minus 5x LHS ലോട്ട് വരുന്ന സമയത്ത് plus 5x minus 4x plus 5x we get x plus 2 equal to 0.
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുലായി. എപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ടേമിൽ നിൽക്കുന്നതാണ് നല്ലത്. സോ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ മൾട്ടിപ്ലൈയിങ് LHS ആൻഡ് RHS ബൈ -1 we get x square minus x minus 2 equal to 0. ഡൺ. നമുക്കപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലായി. ax² + bx + c = 0 എന്നുള്ള ഫോമിലായി. ഇനി ഇതിനെ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്? ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. നമുക്ക് -1 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യണം സച്ച് ദാറ്റ് സം എന്ന് പറയുന്നത് സം ഈക്വൽ ടു -1, product equal to -2. For that -2 we are writing the factors of 2. Factors of 2 is 1 into 2. To get -2 we can have -1 into 2 or 1 into -2. 1 into -2 equal to -2. 1 plus -2 is equal to -1. So these are the factors. So we can split it as എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x² minus 2x plus x minus 2 equal to 0. -1 is splitted as -2x plus x. -2x plus x is -1x. Clear? So taking x as common factor from here, we have x into x minus 2 plus x minus 2 equal to 0. We can take x minus 2 as common. Here 1 is there. So x minus 2 into x plus 1. ഇവിടുന്ന് x minus 2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ ഫാക്ടറിൽ ഉള്ളത് x, ഇവിടെ ഉള്ളത് 1. സോ x plus 1 equal to 0. x minus 2 into x plus 1 equal to 0 means x minus 2 equal to 0 or x plus 1 equal to 0, which implies x equal to 2 or x equal to -1. These are the two solutions of this quadratic equation. X equal to 2 or x equal to -1. Done. Clear ആയില്ലേ? So fourth question കഴിഞ്ഞു. fifth questionലോട്ട് നീങ്ങാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും. ഇവിടെ നമുക്ക് സൊല്യൂഷൻ കാണാനല്ല പറഞ്ഞിരിക്കുന്നത്, സൊല്യൂഷൻ സെറ്റ് തന്നിട്ടുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് സൊല്യൂഷൻ സെറ്റ്സ് ആർ solution set is equal to -2, 3. സൊല്യൂഷൻ സെറ്റ് തന്നാൽ എങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാം? സൊല്യൂഷൻ സെറ്റ് ഈക്വൽ ടു -2, 3 മീൻസ് ഇറ്റ്സ് റൂട്ട്സ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെ ആൽഫ, ബീറ്റ എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൽഫ, ബീറ്റ ഇറ്റ്സ് റൂട്ട്സ് ആർ -2, 3. ഇതാണ് അതിൻ്റെ റൂട്ട്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. റൂട്ട്സ് ഇതാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് x equal to -2 or x equal to 3. X equal to -2 implies x minus 2 equal to 0 or x plus 2 equal to 0 or x minus 3 equal to 0. So the factors of this quadratic equation, of the required quadratic equation, are x plus 2 and x minus 3. Combining these two factors, we will get the complete quadratic equation. ഈ രണ്ട് ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എങ്ങനെയാ? x plus 2 into
എക്സ് മൈനസ് 3 ഈക്വൽ ടു 0, വിച്ച് മീൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു മൈനസ് 3 മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x ഈസ് മൈനസ് എക്സ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. This is the quadratic equation, required quadratic equation. Required quadratic equation is x square minus x minus 6. ഓക്കെ, 3 ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. 3ഉം വ്യത്യസ്ത രീതിയിലുള്ളതായിരുന്നു. ആദ്യത്തേതെന്ന് പറയുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ തന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ തന്നു, നമ്മളതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തതെന്ന് പറയുന്നത് റൂട്ട്സ് തന്നു, നമുക്ക് എക്സിൻ്റെ വാല്യൂസ് തന്നിട്ട് സൊല്യൂഷൻ സെറ്റ് തന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ വി ഫൈൻഡ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. 3 രീതിയിലാണ്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.